ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളങ്ങനെ ജമാ മസ്ജിദിന്റെ അവിടെ വെച്ച് പരിചയപ്പെട്ട രണ്ട് കാശ്മീരി സുഹൃത്തുക്കളുടെ പോണേണ്ട. ഹായ് ബോലോ. हाय, नाम बताओ. जाकिर खान, जाफर खान. നമ്മള് नहीं, मेरे भाई का है, ये मेरा दोस्त है. अच्छा अच्छा. मेडिकल एक ही है. मेडिकल एक. मेडिकल कराने जा रहे हो? जी जी. ദില്ലിയിലെ ടാക്സി റൈഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അഡ്വഞ്ചറിനാണ്. ഭയങ്കര റഷാണ് ഇവിടെ. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ടാക്സി എടുത്തിട്ടില്ല. ഇവരെപ്പോഴാണ് ഞാൻ ടാക്സി കയറിയതാ. A person should be expert in bargaining here. Yeah, then you can that say is something. necessary. Otherwise, you will loot it. Actually, you look the distance. Yeah. कितना 12 kilometers. 12 किलोमीटर. 12 kilometers. ये नई दिल्ली में पड़ता है या पुरानी में ही है? नई दिल्ली में पड़ता है. We are going to New Delhi. From old Delhi to New Delhi. कैसे है इधर ऑटो राइड? तुमको डिफिकल्ट है? क्या चीज नई दिल्ली में बोल रहे हो? Yeah, my height is नई 6 दिल्ली में feet. क्या बोल रहे हो? नई दिल्ली में क्या? ये वाली जगह नई दिल्ली में? हाँ, जहाँ जा रहे हो? जी जी. हाँ, वो ब्रो कितना हाइट है तुम्हारा? Height 6 feet. 6 Yeah, 6 feet. 5.9. 5 ओके. Almost 6. 6 Shoe लगा के. എനിക്കത്ര ഒരു സീനും ഇല്ലട്ടാ. നമുക്ക് പിന്നെ ഒരു ആവറേജ് ഹൈറ്റ് ഉണ്ട്. ആവറേജ് അല്ല, ബിലോ ആവറേജ് ഹൈറ്റ് ആണ്. സോ ഐ തിങ്ക് 167 അത്രയൊന്നും ഇവിടെ എല്ലായിടത്തും കുഴപ്പമില്ലാണ്ട് എനിക്ക് പോവാം. അതൊരു വിഷയമില്ല. ഹൈറ്റ് കൂടിക്കഴിഞ്ഞാലും വിഷയമാണ്. കാലടിക്കണ വൈറ്റ് മരത്തെ എനിക്കിന് വിഷയമില്ല കേട്ടാ. ബൈക്ക് വിഷയമില്ല. ഓ ഇതാണ് ഇവിടുത്തെ റിക്ഷ. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ഓട്ടോറിക്ഷയിലാണ്. ഇത് ഇവിടുത്തെ ഇലക്ട്രിക് റിക്ഷയാണ്. ഇവിടെ പിന്നെ ഹെൽമെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കുറവാണ് കേട്ടോ. ഹെൽമെറ്റ് കൈ പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ഭയങ്കര ഫുഡ് സ്ട്രീറ്റാണ്. ഞാൻ ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റൊക്കെ ഫുള്ള് കയറി ഇറങ്ങി കേട്ടോ. ഞാൻ അവിടെ രാവിലെ 9 മണിക്ക് എത്തിയത്. അപ്പോൾ ജമാ മസ്ജിദ് തുറന്നിട്ടില്ല. സോ ഞാൻ അവിടെയൊക്കെ ഫുള്ള് കറങ്ങി നടന്നു. എന്നിട്ട് വീണ്ടും 11 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും കറങ്ങി ജമാ മസ്ജിദ്. എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ മാപ്പ് നോക്കാതെ അങ്ങോട്ട് പോകും. എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് നമുക്കൊരു ബോറടിക്കുന്ന ഒരു മൂടെത്തുമല്ലോ. ഇവിടെ ഒന്നും ഇല്ല കാണാൻ. ആ ഒരു മൂടെത്തുമ്പോൾ മാപ്പ് ഇട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് നടന്നു. അങ്ങനെ ഞാൻ ചെയ്യാറ്. ഞാൻ ടാക്സി ഒന്നും എടുക്കാറില്ല. നമ്മളങ്ങനെ ഈ നടുക്കിരിക്കുന്ന ബ്രോയിൻ്റെ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് തന്നെയുണ്ട്. ആൾ ദുബായിക്കോണാണ്. സോ അപ്പോൾ അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. हमें 20 मिनट तक रोके रखा. कहा बड़ी गाड़ी आएगी, बड़ी गाड़ी आएगी, नहीं आई. फिर हमें कुछ और जुगाड़ करना. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 522 എന്ന് പറയുന്ന ബസ് 522 എന്ന് പറയുന്ന ബസ്സാണ്. നമുക്ക് ജമാ മസ്ജിദാണ് തിരിച്ചു പോകേണ്ടത്. സോ ബസ് വന്നില്ല. നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ അവിടെ 20 മിനിറ്റോളം നിന്ന്. അത് കഴിഞ്ഞപ്പോൾ ഒരു ടാക്സി എടുത്ത് അങ്ങനെ തിരിച്ചു പോകണേ. ആ കാര്യമാണ് ഇപ്പോൾ ബായ് പറഞ്ഞത്. സോ ഈ ബായ് ഇതാ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. സോ ഡൽഹിയിലാണ് എംബസിയൊക്കെ ഉള്ളത്. ദുബായ് എംബസി ഉള്ളത്. സോ അതിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഡൽഹിയിൽ വന്നേക്കണം. ഞങ്ങൾ ജമാ മസ്ജിദിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. പിന്നെ എന്നെ ഇവരെയും വെയിറ്റ് ചെയ്ത് ചുമ്മാ എനിക്കിങ്ങനെ പ്ലാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളപ്പോൾ ചുമ്മാ കറങ്ങിടക്കാന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിപ്പോൾ ചെക്കപ്പൊക്കെ ഓക്കെ. റിസൾട്ട് നാളെയോ മറ്റന്നാളോ വരും. സോ അതുവരെ ഇവിടെ ഡൽഹിയിൽ ഉണ്ടാവുമായിരിക്കും. സോ അപ്പോൾ നമ്മൾ റിട്ടേൺ ജുമാ മസ്ജിദ് പോകണം. സോ ഞാനിനി നേരെ ഗുരുദ്വാരയിൽ ഇപ്പോൾ അവിടെ സ്റ്റേ എടുക്കും. അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇറങ്ങിയാണെന്നിട്ട് പയ്യെ ഗുരുദ്വാരയിലോട്ട് പോകും. അവിടെ സ്റ്റേ എടുക്കും. ജസ്റ്റ് ഇങ്ങനെ ജീവിക്കണതാണ്. ഇവിടുത്തെ ആൾക്കാരെങ്ങനെയോ അങ്ങനെ ആവാൻ പറ്റില്ല. ബട്ട്
റൈഡേഴ്സാണ് കൂടുതൽ